അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ സർക്കാരിന് തുറന്ന കത്തുമായി സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും ആധികാരിക പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചത്. എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് പ്രഖ്യാപനമെന്നും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. RVG മേനോൻ അടക്കമുള്ളവർ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സഫ്വാൻ വിപിയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. സഫ്വാൻ, നിലവിലുള്ള പഠനം അത് ആധികാരികമല്ല എന്നാണോ കത്തിൽ? വർഷ, RVG മേനോൻ, ഡോക്ടർ MA ഉമ്മൻ, KP കണ്ണൻ, ജോസഫ് C മാത്യു, KG താര, J ദേവിക തുടങ്ങിയ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും അടങ്ങിയ 24 പേരടങ്ങിയ കത്താണ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ളത്. നവംബർ 1-ാം തീയതി കേരള പിറവിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ പ്രഖ്യാപനത്തിന്റെ മാനദണ്ഡം എന്താണ്? ഇപ്പോൾ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആധികാരിക പഠന റിപ്പോർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തു വിടണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഈ അടിസ്ഥാന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആശമാരടക്കമുള്ള ആളുകൾ ഈ അതിദാരിദ്ര്യത്തിന്റെ പരിധിയിൽ വരുന്നില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഈ റിപ്പോർട്ടിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്ന അടക്ക ചോദ്യങ്ങളാണ് ഈ സാമൂഹിക പ്രവർത്തകരും സാമ്പത്തിക വിദഗ്ധരും അടങ്ങുന്ന 24 പേരുടെ കത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടക്കുന്ന ആശാപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് സിനിമാ താരങ്ങൾക്ക് നൽകിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ തുടങ്ങിയ സിനിമാ താരങ്ങളാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് സർക്കാർ ഒരു വലിയ സർക്കാരിന്റെ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ തുടങ്ങിയ താരങ്ങൾക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമ്പത്തിക മേഖലയിലുള്ള വിദഗ്ധരടങ്ങുന്ന 24 അംഗ സംഘം കേരള സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് നൽകിയിട്ടുള്ളത്. വർഷ, ശരി. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം എന്ത് മാനദണ്ഡ പ്രകാരമാണ് എന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത്. സഫ്വാൻ വിപിയാണ് വിവരങ്ങൾ നൽകിയത്.